Good morning, all. Good morning, ma'am. Good morning, ma'am. കഴിഞ്ഞ ദിവസം എടുത്താൽ നോക്കിയോ എല്ലാവരും? നോക്കിയോ? ഇതാണെന്ന് പറയാത്തത് നോക്കിയോ? രണ്ടു ദിവസം അവധി കഴിഞ്ഞ് വരുമ്പോ നോക്കുന്നില്ലേ? ഓക്കെ. അപ്പൊ അതിൽ ഡൗട്ട്സ് ഉണ്ടോ? വല്ലതുണ്ടോ? ചോദിക്കാൻ വല്ലതുണ്ടോ? ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ വല്ലതുണ്ടോ? ഇല്ല അല്ലേ? ഓക്കെ, അത് കണ്ടിന്യൂ ചെയ്യാലോ. എന്താണ് നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റിലെ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് അല്ലേ പറഞ്ഞത്? കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ആണ് അല്ലെ പറഞ്ഞത്? അതില് കംപ്ലീറ്റ് ആയോ മിസ് പറഞ്ഞ? പെർസെന്റേജ് ഓഫ് നിയർ മിസ്സസ് അതുവരെയാണോ പറഞ്ഞത്? അത് കംപ്ലീറ്റ് ആയോ? എന്താണ് കഴിഞ്ഞ ക്ലാസ് 4th പോയിന്റ് അല്ലേ? ഓക്കെ. നെക്സ്റ്റ് പെർസെന്റേജ് ഓഫ് നെക്സ്റ്റ് പറയുന്നത് പെർസെന്റേജ് ഓഫ് നിയർ മിസ് അല്ലെ? മൈറ്റ് ഹാവ് ഹാപ്പൻ ബട്ട് നോട്ട് ഹാപ്പൻ അല്ലെ? സംഭവിച്ചു സംഭവിച്ചില്ല എന്നുള്ള കാര്യങ്ങൾ നമ്മ പറഞ്ഞല്ലോ. ഒരു ഫാർമസിയില പേഷ്യന്റിന് ഒരു മരുന്ന് എടുത്തു കൊടുക്കുകയാണ്. അതായത് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ നിൽക്കുന്ന സപ്ലൈ നിൽക്കുന്ന ഫാർമസി സ്റ്റോറിൽ നിൽക്കുന്ന ഫാർമസിസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? മരുന്നുകൾ എടുത്ത് കൊടുക്കുന്നുണ്ട്. മറ്റേ പ്രിസ്ക്രിപ്ഷൻ ചീട്ട് നോക്കിങ്ങാണ്ട്. അത് കഴിഞ്ഞിട്ട് ചീഫ് ഫാർമസിസ്റ്റ് ആ ഒരു പ്രിസ്ക്രിപ്ഷൻ ചീട്ടും ആ എടുത്തു കൊടുത്ത നമ്മുടെ സ്റ്റോറിൽ നിൽക്കുന്ന ഫാർമസിസ്റ്റും എടുത്തു കൊടുത്ത മരുന്നുകൾ തമ്മിൽ ക്രോസ് മാച്ച് ചെയ്യുമ്പോൾ എന്താണ്? ഒരു മരുന്ന് മാറിപ്പോയിട്ടുണ്ട് അല്ലെ? അപ്പൊ നമുക്ക് എന്താണ് നമ്മുടെ പേഷ്യന്റിന് കൊടുക്കുന്നതിന് മുമ്പ് അത് ഐഡന്റിഫൈ ചെയ്യല്ലേ? മരുന്ന് മാറിപ്പോയിട്ടുണ്ട് എന്ന് ഐഡന്റിഫൈ ചെയ്യല്ലേ? അപ്പൊ പക്ഷെ എന്താണ്? മരുന്നുകള് പേഷ്യന്റിന് കൊടുത്തിട്ടില്ല അല്ലെ? അപ്പൊ ഒരു സംഭവിച്ചു സംഭവിച്ചില്ല എന്നുള്ള കാര്യങ്ങൾ അല്ലെ? നമ്മ ആ മരുന്ന് കൊടുക്കുകയാണെങ്കിൽ എന്താണ്? പേഷ്യൻസിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരാം അല്ലെ? ഹെൽത്ത് ഇഷ്യൂസ് വരാലോ, അലർജീസ് വരാം, അല്ലെങ്കിൽ അവർക്ക് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് വരാം അല്ലെ? അപ്പൊ അതെന്താണ്? അതിക്ക് മുമ്പ് അത് ആരെങ്കിലുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ട് അത് മാറ്റുന്നതിനെയാണ് എന്ത് പറയുന്നത്? നിയർ മിസ്. ഇപ്പൊ ആ ഒരു മരുന്ന് മാറിപ്പോയത് ചീഫ് ഫാർമസിസ്റ്റിന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. ആ മരുന്ന് നമ്മുടെ പേഷ്യന്റിന് കൊടുക്കുകയാണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? പേഷ്യന്റ് അത് കഴിച്ചിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട്, ഹെൽത്ത് റിലേറ്റഡ് പ്രോബ്ലംസ് വന്നിട്ടുണ്ട്, നമുക്ക് ആ ഇവന്റിനെ എന്ത് പറയാം? സെന്റിനൽ ഇവന്റ്സ് എന്ന് പറയാം അല്ലെ? പറയാലോ, സെന്റിനൽ ഇവന്റ്സ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പ്രതീക്ഷിക്കുന്ന അല്ലെ കാര്യങ്ങള്. മനസ്സിലായോ? സെന്റിനൽ ഇവന്റ്സും നിയർ മിസ്സും മനസ്സിലായോ? നമ്മ പറയാറുണ്ട് എന്താണ്? തലനാരിഴയ്ക്ക് രക്ഷപ്പെടുക അല്ലെ? തലനാരിഴയ്ക്ക് രക്ഷപ്പെടുന്ന കേസുകള്. അപ്പൊ അതിനൊക്കെയാണ് നിയർ മിസ്സസ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അതല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ ഒരു പേഷ്യന്റിനെ സർജറിക്ക് വിധേയമാക്കാൻ പോവാണ്. ആ സമയത്ത് എന്താണ്? ആ ഡോക്ടർ ചെയ്യാൻ പോകുന്ന ഒരു പൊസിഷൻ മാറിപ്പോയി. ഇപ്പൊ കാലിന്റെ ഫ്രാക്ചറിന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒടിവുകൾക്കാണ്
സർജറി ചെയ്യേണ്ടത്. പക്ഷെ ഡോക്ടർ എവിടെയാണ് സർജറി ചെയ്യാൻ പോകുന്നത്? കൈക്കാണ് സർജറി ചെയ്യാൻ പോകുന്നത്. അത് പെട്ടെന്ന് അനസ്തീഷ്യ ഡോക്ടറുടെ അല്ലെങ്കിൽ നമ്മുടെ ഡോക്ടറിനെ ഹെൽപ്പ് ചെയ്യാൻ നിൽക്കുന്ന ആളുകൾ ഉണ്ടാവും അല്ലെ, നഴ്സിംഗ് സ്റ്റാഫുകളോ അല്ലെങ്കിൽ ജൂനിയർ ഡോക്ടേഴ്സ് ഉണ്ടാവുമല്ലോ. അപ്പൊ അവരുടെ ശ്രദ്ധയിൽ പെട്ടിട്ട് ഡോക്ടർക്ക് അത് കറക്റ്റ് ചെയ്ത് കൊടുക്കില്ലേ? ആ ഒരു സർജറി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ, സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഡോക്ടറെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണെങ്കിൽ അത് നമുക്ക് എന്ത് പറയാം? നിയർ മിസ്സസ് അല്ലെ ആണോ? അപ്പൊ അതൊക്കെയാണ് കേട്ടോ അതിന് എക്സാമ്പിൾ. ക്ലിയർ അല്ലേ മക്കളെ? ക്ലിയർ അല്ലേ? നിയർ മിസ് എന്താണ്, സെന്റിനൽ ഇവന്റ്സ് എന്താണ്, ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് പറയാം. നെക്സ്റ്റ് എടുക്കാലോ. Proper handovers during shift changes applicable to doctors and nurses per patient per shift അല്ലെ. നമ്മൾ പേഷ്യൻസിനെ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഡോക്ടേഴ്സും നഴ്സുമാരും അവരുടെ ഡ്യൂട്ടി സമയം ഷിഫ്റ്റ് ചെയ്യുന്ന സമയം ഉണ്ടാവും അല്ലെ. ഒരു 8 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 10 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ഡ്യൂട്ടി ഷിഫ്റ്റ് ചെയ്യണ്ടേ? വേറെ സ്റ്റാഫുകൾക്ക് ഹാൻഡ് ഓവർ ചെയ്യണം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പ്രോപ്പർ ആയിട്ടുള്ള ഹാൻഡ് ഓവേഴ്സ് നടത്താത്ത എത്ര കേസുകൾ, എത്ര ഇൻസിഡന്റുകൾ അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? ഒരു സ്റ്റാഫുകള് എന്താണ് അവര് ഷിഫ്റ്റ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അവർ ഇത്രയും നേരം നോക്കിക്കൊണ്ടിരിക്കുന്ന, മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്ന പേഷ്യൻസിന്റെ എല്ലാ വിവരങ്ങളും അവരെ ഏൽപ്പിച്ചു കൊടുക്കുന്ന സ്റ്റാഫുകളോട് പറയണം അല്ലെ. നഴ്സുമാരോട് ഹാൻഡ് ഓവർ ചെയ്യണ്ടേ? ഇന്ന മരുന്ന് കൊടുക്കണം അല്ലെ, ഇന്ന സമയത്ത് ഇഞ്ചക്ഷൻസ് കൊടുക്കണം അല്ലെ, പേഷ്യൻസിന്റെ ഹെൽത്ത് കണ്ടീഷൻ ഇങ്ങനെയാണ് അല്ലെ. അങ്ങനെയുള്ള എല്ലാ വിവരങ്ങളും, ആ പേഷ്യന്റിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും പ്രോപ്പർ ആയിട്ട് മറ്റ് സ്റ്റാഫുകൾക്ക്, ഇനി ഡ്യൂട്ടിയിൽ കയറാൻ പോകുന്ന സ്റ്റാഫുകൾക്ക് ഹാൻഡ് ഓവർ ചെയ്തു കൊടുക്കണം. അപ്പൊ അങ്ങനെയുള്ള പ്രോപ്പർ ഹാൻഡ് ഓവേഴ്സ് അല്ലാത്ത എത്ര കേസുകള്, എത്ര ഇൻസിഡന്റുകള് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? നെക്സ്റ്റ്, ഇൻസിഡൻസ് ഓഫ് പേഷ്യന്റ് ഐഡന്റിഫിക്കേഷൻ എറേഴ്സ്. നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിൽ ഒരു പേരിൽ തന്നെ 2-3 പേഷ്യൻസ് ഉണ്ടാവുമല്ലോ. അപ്പൊ നമ്മ എന്താണ്, പേഷ്യന്റ് ഐഡന്റിഫിക്കേഷൻ ബ്രേസ്ലെറ്റുകളൊക്കെ അവരെ ധരിപ്പിക്കുന്നുണ്ട് അല്ലെ, പേഷ്യന്റ് മാറിപ്പോവാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് പേഷ്യന്റ് ഐഡന്റിഫിക്കേഷൻ ബ്രേസ്ലെറ്റുകൾ ധരിപ്പിക്കുന്നുണ്ട്. കൂടാതെ എന്താണ്, നമ്മുടെ ഒരു മരുന്ന് ആ ഒരു പേഷ്യന്റിന് പ്രൊവൈഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മളോട് നഴ്സുമാര് ചോദിക്കാറില്ലേ പേരെന്താണ് അല്ലെ, അഡ്രസ് എന്താണ്, അല്ലെങ്കിൽ ഏജ് എന്താണ് അല്ലെ, ചോദിക്കാറില്ലേ? ഉണ്ടോ? എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഒരു പേഷ്യന്റിനെ ഐഡന്റിഫൈ ചെയ്യുന്ന, ആ ഒരു ഫയലിൽ പറയുന്ന ആ ഒരു ഫയല് ആ പേഷ്യന്റിന്റെ തന്നെയാണോ എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് അവർ അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് നമ്മുടെ അടുത്ത് ചോദിക്കുന്നത്. അപ്പൊ എന്താണെങ്കിൽ പറയുന്നത് ഇൻസിഡൻസ് ഓഫ് പേഷ്യന്റ് ഐഡന്റിഫിക്കേഷൻ എറേഴ്സ്. പേഷ്യന്റിനെ ഐഡന്റിഫൈ ചെയ്യുന്നതിൽ എത്ര തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് അല്ലെ. ക്ലിയർ ആണോ? അത് ചിലപ്പോ അവർക്ക് മരുന്നുകൾ മാറിക്കൊടുക്കാം, പേഷ്യന്റ് മാറിയിട്ട് മരുന്നുകൾ മാറിക്കൊടുക്കാം, അങ്ങനെ പല കേസുകളും സംഭവിക്കാം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഇൻസിഡന്റുകൾ എത്രണ്ണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? നെക്സ്റ്റ്, അദേറൻസ് ടു ഹാൻഡ് ഹൈജീൻ പ്രാക്ടീസ് അല്ലെ. ശരിയായ രീതിയിൽ, പ്രോപ്പർ ആയ രീതിയിൽ കൈകളെ വൃത്തിയാക്കാതെ അല്ലെ, ഹാൻഡ് ഹൈജീൻ അല്ലാതെ എത്ര ഇൻസിഡന്റുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? നമുക്കറിയാം ശരിയായ രീതിയിൽ ഹാൻഡ് വാഷ് ചെയ്തില്ല, അതല്ലെങ്കിൽ സാനിറ്റേഷൻ അല്ലെങ്കിൽ സ്റ്റെറിലൈസ് പ്രോട്ടോകോള്, നമ്മുടെ ഹൈജീനിനുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്ത് പറ്റും? ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യും അല്ലെ. ഒരു രോഗിയിൽ നിന്ന് മറ്റൊരു രോഗിയിലേക്ക് ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള എത്ര കേസുകള് ഹാൻഡ് ഹൈജീൻ അല്ലാതെ എത്ര എന്താണ് ഇൻഫെക്ഷൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? നെക്സ്റ്റ് പറയുന്നത് നേഴ്സ് പേഷ്യന്റ് റേഷ്യോ ഫോർ ICU ആൻഡ് വാർഡ് അല്ലെ. നമുക്കറിയാം നമ്മുടെ ICU ഇന്റൻസീവ് കെയർ യൂണിറ്റിലും വാർഡിലും നേഴ്സിന്റെ പേഷ്യന്റിനും റേഷ്യോ ഉണ്ട് അല്ലെ. ICU എങ്ങനെയാണ്? 1:1 or 1:2 ആണ് അല്ലെ. ഒരു പേഷ്യന്റിന് ഒരു നേഴ്സ്, അതല്ലെങ്കിൽ 2 പേഷ്യന്റിനും ഒരു നേഴ്സ് എന്ന രീതിയിലാണ് അല്ലെ. മോസ്റ്റ് പ്രിഫർ ചെയ്യുന്നത് ഏതാണ്? ഏത് റേഷ്യോ ആണ് കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത്? ICU 1:1 ആണ് കേട്ടോ. 1:1 ആണ് കേട്ടോ. വാർഡില് വാർഡിലെ പേഷ്യന്റ് നേഴ്സ് റേഷ്യോ എങ്ങനെയാണ് അറിയോ? 1:6. 6 പേഷ്യന്റിന് ഒരു നേഴ്സ് അല്ലെങ്കിൽ 6 കിടക്കകൾ, 6 ബെഡ്സിന് ഒരു നേഴ്സ് എന്ന രീതിയിലാണ്
പാർട്സിലെ പേഷ്യന്റ് നേഴ്സ് റേഷ്യോ കേട്ടോ. അപ്പൊ എന്താണ് ഇത് കറക്റ്റ് രീതിയിൽ ഫോളോ ചെയ്യുന്നുണ്ടോ അല്ലെ? ഒരു നഴ്സിന് ഒരു പേഷ്യന്റ് ആണോ, അല്ലെങ്കിൽ 2 പേഷ്യന്റിന് ഒരു നേഴ്സ് ആണോ ഐസിയുല്, അല്ലെങ്കിൽ വാർഡില് 6 പേഷ്യന്റിന് ഒരു നഴ്സിനെയാണോ ഡ്യൂട്ടി കിട്ടിയിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവരെന്ത് ചെയ്യുന്നുണ്ട്, വിലയിരുത്തുന്നുണ്ട് അല്ലെ, അസസ്മെന്റ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ? അത് നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റ് ശ്രദ്ധിക്കേണ്ട ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് എല്ലാവർക്കും ഓക്കെ ആണോ? നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ് അല്ലെ, കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് തന്നെയാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് അല്ലെ. നെക്സ്റ്റ് എന്താണ്, ഇൻഫെക്ഷൻ കൺട്രോൾ അല്ലെ. അതാരാണ് ആ ഒരു പ്രവർത്തനങ്ങൾ, ആ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ആരാണ് നോക്കേണ്ടത്? ICN നേഴ്സ് അല്ലെ. എന്താണ്, ഇൻഫെക്ഷൻ കൺട്രോൾ നേഴ്സ് ആണ് ഈ പ്രവർത്തനങ്ങളെ മോണിറ്റർ ചെയ്യേണ്ടത്, നിരീക്ഷിക്കേണ്ടത്. ഫസ്റ്റ് പറയുന്നത് എന്താണ്, IPD അല്ലെ, ഇൻസിഡൻസ് ഓഫ് ബ്ലഡ് ബോഡി ഫ്ലൂയിഡ് എക്സ്പോസർ. എന്താണ്, ബ്ലഡ് കൊണ്ടോ അതല്ലെങ്കിൽ എന്താണ് ബോഡി ഫ്ലൂയിഡ്സ് കൊണ്ടോ സമ്പർക്കം പുലർത്തി എന്തെങ്കിലും ഇൻഫെക്ഷൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ, അതിന്റെ പെർസെന്റേജ് നോക്കുന്നുണ്ട് അല്ലെ. നമ്മ എന്താണ് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസ് പഠിച്ചല്ലോ, പല രീതിയിൽ ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യാം അല്ലെ. ആരോഗ്യം ഉപയോഗിച്ച സാധനങ്ങൾ യൂസ് ചെയ്യാം അല്ലെ. പിന്നെ എന്താണ്, നേരിട്ടുള്ള കോണ്ടാക്റ്റിലൂടെ നമുക്ക് അല്ലെ സ്കിൻ ടു സ്കിൻ മൈക്രോബ്സുകൾ സ്പ്രെഡ് ചെയ്യാം. നെക്സ്റ്റ് പറയുന്നത് എന്താണ്, ബ്ലഡിലൂടെയോ അല്ലെങ്കിൽ എന്താണ് ബോഡി ഫ്ലൂയിഡ്സിലൂടെയോ എന്താണ് ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യാം അല്ലെ. അപ്പൊ എന്താണ്, നമ്മുടെ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ എന്താണ് ബ്ലഡ് കൊണ്ടോ രക്തത്തിൽ നിന്നോ അതല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സിൽ നിന്നോ എന്താണ് സമ്പർക്കം പുലർത്തി എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഇൻസിഡൻസുകളെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ, അതിന്റെ പെർസെന്റേജ് നോക്കുന്നുണ്ട്. അതേപോലെ OPD ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലും എന്താണ് ഇൻസിഡൻസ് ഓഫ് ബ്ലഡ് ബോഡി ഫ്ലൂയിഡ്സ് എക്സ്പോസർ അല്ലെ. എന്താണ് നമ്മുടെ ബ്ലഡ് കൊണ്ടോ, ഇപ്പൊ IPD പറഞ്ഞ പോലെ ബ്ലഡ് കൊണ്ടോ അതല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സ് കൊണ്ടോ സമ്പർക്കം പുലർത്തി എന്തെങ്കിലും ഇൻഫെക്ഷൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പെർസെന്റേജ് നോക്കുന്നുണ്ട്. നെക്സ്റ്റ് IPD ഇൻസിഡൻസ് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ് അല്ലെ. നമുക്കറിയാം, നമുക്ക് ഇഞ്ചക്ഷൻ എടുക്കുകയോ അല്ലെങ്കിൽ എന്താണ് നമ്മുടെ വെയിനിൽ നിന്ന് ബ്ലഡ് കളക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ നമുക്ക് ബ്ലഡ് കയറ്റുകയോ ഒക്കെ ചെയ്യുമ്പോൾ എന്താണ് നീഡിൽ യൂസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് അല്ലെ. നീഡിൽ യൂസ് ചെയ്യണ്ടേ? അപ്പൊ ആ ഒരു സമയത്ത് ആ നീഡിൽ കൊണ്ട് നമുക്ക് എന്തെങ്കിലും IPDയിലെ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റില് എന്തെങ്കിലും ഇഞ്ചുറീസ് അല്ലെ, പരിക്കുകള് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ഓക്കെ അല്ലെ. ചിലപ്പോ എന്താണ് ഈ കുഞ്ഞുങ്ങൾക്ക് ചെറിയ ബേബീസിന്റെ ബ്ലഡ് പരിശോധിക്കാനായിട്ട് ബ്ലഡ് എടുക്കാറുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആർക്കെങ്കിലും കുഞ്ഞുങ്ങൾക്ക് എടുത്തിട്ടുണ്ടോ? തൈറോയിഡ് ടെസ്റ്റ്, അമ്മയ്ക്ക് തൈറോയിഡ് ഉണ്ടെങ്കിൽ കൊച്ചിന് തൈറോയിഡിന്റെ വല്ല പ്രോബ്ലംസ് ഉണ്ടോ എന്ന് അറിയാനായിട്ട് നമ്മുടെ ഡെലിവറി കഴിഞ്ഞ ഒരു ദിവസത്തിനുള്ളിൽ തന്നെ കൊച്ചിന്റെ ബ്ലഡ് കളക്ട് ചെയ്യുന്നതാണ്. അപ്പൊ ആ കുഞ്ഞിന്റെ വെയിനിന്ന് വെയിൻ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. ചെറിയ കുഞ്ഞുങ്ങളുടെ വെയിൻ കിട്ടാനായിട്ട് ആണല്ലേ. അപ്പൊ എന്താണ്, നല്ല എക്സ്പീരിയൻസ്ഡ് അല്ലാത്ത ഒരു നഴ്സാണ് ബ്ലഡ് കളക്ട് ചെയ്യുന്നതെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് വരാം അല്ലെ. കറക്റ്റ് രീതിയിൽ എടുക്കാൻ പറ്റാണ്ട് കൊച്ചിന്റെ വെയിൻ കിട്ടാണ്ട് മിസ്സിന്റെ കൊച്ചിന്റെ ബ്ലഡ് കളക്ട് ചെയ്യേണ്ടി വന്നിരുന്നു. മിസ്സിന് തൈറോയിഡ് പ്രോബ്ലം ഉള്ളത് കൊണ്ട്. അപ്പൊ എന്താണ്, കൊച്ചിന് കറക്റ്റ് രീതിയിൽ അവർക്ക് ബ്ലഡ് എടുക്കാൻ പറ്റില്ല. 2ാമത്തെ ദിവസമാണല്ലോ എടുക്കുന്നത്. എന്നിട്ട് ആ ഒരു നേഴ്സ് 3 സ്ഥലത്ത് കൊച്ചിന്റെ സിറിഞ്ച് കയറ്റിയിട്ടാണ് ബ്ലഡ് കളക്ട് ചെയ്തത്. അതായത് ഫാദറിൽ അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി. കൊച്ചിന് ഇങ്ങനെ ഒരുപാട് കരച്ചിലും കരച്ചിൽ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടായില്ല കൊച്ചു. അപ്പൊ ഫാദറിലെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. അപ്പൊ എന്താണ്, അതൊരു ബുദ്ധിമുട്ടാണ് അല്ലെ. ആ നീഡിൽ കൊണ്ട് ചിലപ്പോ കൊച്ചിന് എന്താണ് മുറിവുകൾ വരാം അല്ലെ, പരിക്കുകൾ വരാം അല്ലേ. അപ്പൊ അങ്ങനെ മിസ് ഒരു എക്സാമ്പിൾ പറഞ്ഞാണ് കേട്ടോ കുഞ്ഞിന്റെ. അപ്പൊ എക്സ്പീരിയൻസ്ഡ് അല്ലാത്ത ഒരു നഴ്സാണ് ആ ഒരു പ്രോസസ്സുകൾ ആ ഒരു പ്രക്രിയകൾ ചെയ്യുന്നതെങ്കിൽ എന്താണ് ചിലപ്പോ മുറിവുകളൊക്കെ വരാലോ. കൊച്ചു കൈ എടുക്കുകയോ അല്ലെ, കൈ വെട്ടിക്കുക അല്ലെ, അവര് വലിക്കുകയൊക്കെ ചെയ്യും അല്ലെ. ചെറിയ കൊച്ചുങ്ങളൊക്കെ ആവുമ്പോ പെട്ടെന്ന് കൈ വലിക്കും.
അപ്പൊ അങ്ങനെ എന്താണ് IPD-യില് ആ ഒരു നീഡിൽ സ്റ്റിക്ക് കൊണ്ട് എന്തെങ്കിലും പരിക്കുകള് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? അങ്ങനെയുള്ള കേസുകൾ എത്ര പെർസെന്റേജ് ഉണ്ട് എന്ന് നോക്കുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് OPD, ഇൻസിഡൻസ് ഓഫ് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ് അല്ലെ. നമ്മുടെ OPD-യിലും ഇതുപോലെ തന്നെ എന്താണ് നീഡിൽ സ്റ്റിക്ക് കൊണ്ട് എന്തെങ്കിലും ഇഞ്ചുറീസ് പരിക്കുകള് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എത്ര ശതമാനമുണ്ട് എന്ന് നോക്കുന്നുണ്ട്. നെക്സ്റ്റ് എന്താണ് ഇൻസിഡൻസ് ഓഫ് ഫോൾസ് അല്ലെ. എന്താണ് വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പെർസെന്റേജ് നോക്കുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് ഇൻസിഡൻസ് ഓഫ് ഹോസ്പിറ്റൽ അസോസിയേറ്റഡ് അൾസർ ആഫ്റ്റർ അഡ്മിഷൻ. എന്താണ് പേഷ്യന്റിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയതിനു ശേഷം എത്ര ബെഡ് സോറുകൾ അല്ലെ അൾസേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ മിസ് പറഞ്ഞല്ലോ ചിലപ്പോ എന്താണ് ചില പേഷ്യൻസിനെ അഡ്മിറ്റ് ആക്കി കുറച്ച് ദിവസം അവർ ബെഡിൽ കിടക്കുമ്പോൾ അവർക്ക് ഇൻഫെക്ഷൻസ് വരാം അല്ലെ. ആ ഒരു ബെഡിന്റെ ചൂട് കൊണ്ട് അല്ലേ പൊള്ളല് അങ്ങനെ എന്താണ് കോളം പോലെ വരും. അതല്ലെങ്കിൽ എന്താണ് മുറിവുകൾ പോലെ വന്ന് അവിടെ ഇൻഫെക്ഷൻസ് വന്ന് അത് പഴുക്കാനുള്ള സാധ്യതയുണ്ട് അല്ലെ. അതല്ലെങ്കിൽ റെഡ് കളറിൽ വരും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് എത്ര കേസുകൾ എത്ര ഇൻസിഡന്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്? ബെഡ് സോർ പെർ 1000 പേഷ്യന്റ് ഡേയ്സ് അല്ലെ. ഒരു 1000 പേഷ്യന്റ് ഡേയ്സ് കൊണ്ട് എത്ര ബെഡ് സോറുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? നിങ്ങൾ അതിന്റെ ഇക്വേഷൻ പഠിച്ചിട്ടില്ലേ? ക്വാളിറ്റി മാനേജ്മെന്റ് പഠിച്ചില്ലേ? എന്താണ് ബെഡ് സോർ പെർ 1000 പേഷ്യന്റ് ഡേയ്സ് അല്ലെ. 1000 പേഷ്യന്റ് ഡേയ്സ് കൊണ്ട് എത്ര ബെഡ് സോറുകൾ അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? നെക്സ്റ്റ് പറയുന്നത് catheter associated urinary tract infection റേറ്റ്. എന്താണ് യൂറിനറി കത്തീറ്ററുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞ ബ്ലാഡറിന് അല്ലെങ്കിൽ യൂറിൻ ട്രാക്ട് അല്ലെ അല്ലെങ്കിൽ യൂറിനറി എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഒക്കെ ഉള്ളവർക്ക് എന്താണ് യൂറിൻ പോകുന്നതിന് വേണ്ടി നമ്മൾ ട്യൂബുകൾ ഇടാറുണ്ട് അല്ലെ. അപ്പൊ അല്ലെങ്കിൽ സർജറി കഴിഞ്ഞ പേഷ്യൻസിന് അല്ലെ എന്തെങ്കിലും സർജറി കഴിഞ്ഞ പേഷ്യൻസിന് എന്താണ് നമ്മ ട്യൂബുകൾ ഇടാറുണ്ട്. അപ്പൊ അത് പ്രോപ്പർ രീതിയിലല്ല അത് ഇൻസേർട്ട് ചെയ്തത്. അതല്ലെങ്കിൽ എന്താണ് അതൊരു ടൈം പീരീഡ് കഴിയുമ്പോൾ അത് മാറ്റണ്ടേ, ചേഞ്ച് ചെയ്യണം അല്ലെ. ആ ട്യൂബ് മാറ്റി വേറെ ഇടണ്ടേ. അതല്ലെങ്കിൽ എന്ത് പറ്റും ഇൻഫെക്ഷൻസ് വരില്ലേ. അപ്പൊ അങ്ങനെ യൂറിനറി ട്രാക്ട് ട്രാക്റ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് കത്തീറ്റർ അസോസിയേറ്റഡ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ അല്ലെ കത്തീറ്ററുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? അത് എത്ര പെർസെന്റേജ് ഉണ്ട്? നെക്സ്റ്റ് വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ റേറ്റ് അല്ലെ. ഒരു പേഷ്യന്റിനെ വെന്റിലേറ്റർ നമുക്കറിയാം വെന്റിലേറ്ററിൽ കിടത്തി കഴിഞ്ഞിട്ട് എത്ര പേഷ്യൻസിന് എന്താണ് ന്യൂമോണിയ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? നെക്സ്റ്റ് സെൻട്രൽ ലൈൻ അസോസിയേറ്റഡ് ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻ റേറ്റ് അല്ലെ. മിസ് നേരത്തെ പറഞ്ഞു കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ സെൻട്രൽ ലൈൻ എന്താണ് നമ്മുടെ വെയിനിലേക്ക് നേരിട്ട് മെഡിക്കേഷൻസ് കയറ്റുകയോ അല്ലെ അല്ലെങ്കിൽ എന്താണ് നമുക്ക് ബ്ലഡുകള് ട്രാൻസ്ഫ്യൂഷൻ നടത്തുകയോ ഒക്കെ ചെയ്യുമ്പോൾ എന്താണ് ഇൻഫെക്ഷൻസ് വരാറോ അല്ലെ. പ്രോപ്പർ രീതിയിലല്ല ചെയ്തതെങ്കിൽ എന്ത് വരാം ഇൻഫെക്ഷൻസ് വരാലോ. ഡോണറിന്റെ റെസിപ്പിയന്റ് എന്താണ് നമ്മുടെ ബ്ലഡുകളൊക്കെ പരിശോധിക്കുന്നുണ്ട് അല്ലെ. ചെക്ക് ചെയ്തിട്ടല്ലേ മരുന്നുകൾ ബ്ലഡുകൾ കയറ്റുന്നത്. അതല്ലാതെ എന്താണ് നേരിട്ട് നമ്മുടെ വെയിനിലേക്ക് മരുന്നുകൾ കയറ്റുക അല്ലെങ്കിൽ എന്താണ് ബ്ലഡ് ടെസ്റ്റുകൾക്ക് വേണ്ടി ആറാമത്തെ ഒന്നുകൂടെ പറയാം കേട്ടോ. എന്താണ് ബ്ലഡ് ടെസ്റ്റുകൾക്ക് വേണ്ടി ബ്ലഡ് കളക്ട് ചെയ്യുമ്പോൾ ആ ഒരാളിൽ ഉപയോഗിച്ച സിറിഞ്ചുകളൊക്കെ തന്നെയാണെങ്കിൽ ഇൻഫെക്ഷൻസ് റിപ്പോർട്ട് ചെയ്യാം അല്ലെ. ഒരിടത്തും യൂസ് ചെയ്യുന്നില്ല, ഒരാളിൽ യൂസ് ചെയ്ത സിറിഞ്ചുകൾ ഒരിടത്തും യൂസ് ചെയ്യുന്നില്ല. എന്തെങ്കിലും ഒരു അബദ്ധവശാല് അങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻഫെക്ഷൻസ് വരാലോ. അപ്പൊ അങ്ങനെയുള്ള എത്ര കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? നെക്സ്റ്റ് പറയുന്നത് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ റേറ്റ് അല്ലെ. എന്താണ് സർജറി കഴിഞ്ഞ പേഷ്യൻസിന് ആ ഒരു ഭാഗത്ത് ഇൻഫെക്ഷൻസ് വരാനോ പ്രോപ്പർ രീതിയിലല്ല ചെയ്തതെങ്കിൽ അല്ലെ, ഹൈജീൻ അല്ലെങ്കിൽ ശരിയായ രീതിയിൽ അത് ഡ്രസ് ചെയ്തില്ലെങ്കിൽ അല്ലെ. അപ്പൊ എന്താണ് ആ ഒരു സർജറിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? സർജറി ചെയ്ത ആ ഒരു പൊസിഷനിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എത്ര കേസുകൾ അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? ഇൻസിഡൻസ് ഓഫ് ഹോസ്പിറ്റൽ അസോസിയേറ്റഡ് അൾസർ ആഫ്റ്റർ അഡ്മിഷൻ എന്ന് വെച്ചാൽ ഒരു പേഷ്യന്റിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി
അഡ്മിറ്റ് ആക്കി കഴിയുമ്പോൾ അതിനുശേഷം അവർക്ക് എന്താണ് ബെഡ് സോറുകൾ വരാം അല്ലെ. കുറച്ചു ദിവസം തുടർച്ചയായി കിടക്കുമ്പോൾ ചിലരുടെ എന്താണ് സ്കിന്നുകൾ പെട്ടെന്ന് ഡാമേജ് ആവാലോ, പൊട്ടാനൊക്കെ ഉള്ള സാധ്യതയുണ്ട് അല്ലെ. സ്കിന്നിങ്ങനെ പൊട്ടാനുള്ള സാധ്യതയുണ്ട്. ചിലർക്ക് എന്താണ് കുറച്ചു നേരം കൂടുതൽ ബെഡിൽ കിടന്നു കഴിയുമ്പോൾ നമുക്ക് ഈ പൊള്ളലേക്കും ഒരു കൊമള പോലെ വരാറില്ലേ, പൊള്ളലൊക്കെ ഏൽക്കുന്ന ഭാഗത്ത് കൊമള പോലെ കണ്ടിട്ടുണ്ടോ അത്? അതേപോലെ അവരുടെ പുറത്തൊക്കെ അങ്ങനെ വരും, അല്ലെങ്കിൽ അവരുടെ കാലിന്റെ അവിടെ. അപ്പൊ അവർക്ക് ഈ ചൂട് തട്ടിട്ട് ഈ ബെഡിന്റെ അവിടെ നിന്ന് ഇങ്ങനെ കുറെ നേരം ഇങ്ങനെ ബെഡിൽ കിടക്കുമ്പോൾ ആ ഒരു ചൂട് അടിച്ചിട്ടാണ് അങ്ങനെ വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലും ഇൻഫെക്ഷൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? അത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെച്ചാല് ബെഡ് സോർ പെർ 1000 patient days, 1000 ദിവസം കൊണ്ട് എത്ര ബെഡ് സോറുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? ഓക്കെ ആയോ? ആരാ ചോദിച്ചേ? 6th ഒന്നോ രണ്ടോ ദിവസം കൊണ്ടല്ല പറയുന്നത്, 1000 ദിവസത്തിനുള്ളില് എത്ര പേഷ്യൻസിന് ഇങ്ങനെയുള്ള ബെഡ് സോറുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? ചിലപ്പോ അത് 2ഓ 3ഓ ആയിരിക്കാം അല്ലെ. ആ ഒരു 1000 ദിവസത്തിനുള്ളത് ചിലപ്പോ ഒരാളായിരിക്കാം അല്ലെങ്കിൽ 2 ആളായിരിക്കാം അല്ലെ. നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. ക്ലിയർ അല്ലേ? ഇത് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സിൽ പറഞ്ഞത് കാരണമാണ് കേട്ടോ മിസ് ഒരുപാട് എക്സ്പ്ലനേഷൻ തരാണ്ട്. നെക്സ്റ്റ് ICU ഓർ എമർജൻസി നഴ്സിംഗ് എഡ്യൂക്കേറ്റർ ICU അല്ലെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ ഹെഡ് ആയിരിക്കും ഈ കാര്യങ്ങൾ മോണിറ്റർ ചെയ്യുന്നത്, നിരീക്ഷിക്കുന്നത്. ഫസ്റ്റ് വരുന്നത് ടൈം ഫോർ ഇനീഷ്യൽ ഇവാലുവേഷൻ ഓഫ് എമർജൻസി പേഷ്യന്റ് അല്ലെ. ഒരു എമർജൻസി പേഷ്യന്റ് ആണ് ഹോസ്പിറ്റലിൽ വരുന്നതെങ്കിൽ അവർക്ക് ഒരുപാട് നേരം ഇനീഷ്യൽ അസസ്മെന്റിന് വേണ്ടി എടുക്കാൻ പാടുണ്ടോ? നമ്മ ഒരു ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടല്ലേ, ഒരു ടൈം ലാഗും കൂടാതെ അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യണം അല്ലെ. അപ്പൊ എന്താ, ഇനീഷ്യൽ അസസ്മെന്റിന് വേണ്ടി അല്ലെങ്കിൽ ഇനീഷ്യൽ ഇവാലുവേഷന് വേണ്ടി ആ ഒരു എമർജൻസി പേഷ്യന്റിന് എത്ര ടൈം എടുത്തു? നെക്സ്റ്റ് പറയുന്നത് റിട്ടേൺ ടു ദി എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വിത്തിൻ 72 hours വിത്ത് സിമിലർ പ്രസന്റിംഗ് കംപ്ലൈൻസ്. കഴിഞ്ഞ ദിവസം എടുത്തിട്ടുണ്ടായില്ലേ. ഇപ്പൊ ഒരു പേഷ്യന്റിനെ അബ്ഡോമിൻ പെയിൻ ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അവർക്ക് എന്ത് ചെയ്യും? അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യും അല്ലെ. ആദ്യം തന്നെ കൊണ്ടുവരുമ്പോ തന്നെ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? കുറച്ചു നേരം അവർ ഒബ്സർവേഷനിൽ കിടക്കും അല്ലെ. ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റില് കുറച്ചു നേരം അവരെ ഒബ്സർവേഷനിലൊക്കെ കിടത്തി അവർ ഓക്കെ ആയി കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? ഡിസ്ചാർജ് ചെയ്ത് വിടുമല്ലോ. അങ്ങനെ ഡിസ്ചാർജ് ചെയ്ത് വിട്ട് ഒരു 72 hours അല്ലെങ്കിൽ 3 ദിവസം ആകുന്നതിന് മുമ്പ് തന്നെ ആ ഒരു സെയിം പ്രോബ്ലം ആയിട്ട് അവരെന്തിനു കൊണ്ടുവരിക? വീണ്ടും കാഷ്വാലിറ്റിയിൽ കൊണ്ടുവരിക. അങ്ങനെ എത്ര കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? അപ്പൊ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ വീണ്ടും കൊണ്ടുവരേണ്ടി വരുന്നത്? എന്തുകൊണ്ടാണ്? ഒരു പേഷ്യന്റിനെ പ്രോപ്പർ രീതിയിലുള്ള ചെക്കപ്പുകൾ ചെയ്യാണ്ടല്ലേ, പ്രോപ്പർ രീതിയിലുള്ള കെയർസ് കൊടുക്കാണ്ടല്ലേ. ചിലപ്പോ അവർക്ക് എന്താണ് കൂടുതൽ അഡീഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും ടെസ്റ്റുകളൊക്കെ ചെയ്യേണ്ടതുണ്ടാവും അല്ലെ. അപ്പൊ ശരിക്കും അതെന്താണ്? ആ ഒരു ഹോസ്പിറ്റലിലെ പ്രവർത്തനത്തെ ബാധിക്കുന്ന ഒരു കാര്യമല്ലേ. സ്റ്റാൻഡേർഡിനെ, ക്വാളിറ്റിയെ ബാധിക്കുന്ന കാര്യമല്ലേ അതൊക്കെ. ക്ലിയർ ആയോ? അത് ഓക്കെ ആയോ? നെക്സ്റ്റ് re-intubation rate. Re-intubation rate എന്ന് പറഞ്ഞാൽ re-intubation was defined as intubation after extubation of a patient who had been initially tracheal intubed under general anesthesia or combined general and regional anesthesia. ഡിപ്പാർട്ട്മെന്റ് ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ. പലതരത്തിലുള്ള അനസ്തേഷ്യ ഉണ്ട് അല്ലെ. ജനറൽ അനസ്തേഷ്യ ഉണ്ട്, റീജിയണൽ അനസ്തേഷ്യ ഉണ്ട്, ലോക്കൽ അനസ്തേഷ്യ ഉണ്ട് അല്ലെ. എന്താണ് ഉണ്ട്? ജനറൽ അനസ്തേഷ്യ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ബോഡി മൊത്തം പാരലൈസ് ചെയ്യില്ലേ, ബോഡി മൊത്തം മരവിപ്പിക്കുമല്ലോ. ജനറൽ അനസ്തേഷ്യ അല്ല. റീജിയണൽ അനസ്തേഷ്യയിൽ എന്താണ് ചെയ്യുന്നത്? ആ ഒരു ഭാഗം അല്ലെ, ആ ഒരു പെർട്ടിക്കുലർ ഭാഗം മാത്രമാണ് അവര് മരവിപ്പിക്കുന്നത്. ഇപ്പൊ നമുക്ക് സിസേറിയനൊക്കെ ചെയ്യുന്നതല്ലേ, നമ്മുടെ നട്ടെല്ലിന്റെ അവിടെ ഇഞ്ചക്ഷൻ എടുത്തിട്ട് ആ ഒരു ഭാഗം മാത്രമല്ലേ മരവിപ്പിക്കുന്നത് അവര്. അതെന്താണ്? റീജിയണൽ അനസ്തേഷ്യ ആണ് അല്ലെ. ലോക്കൽ
ലോക്കൽ അനസ്തേഷ്യ എന്ന് പറയുന്നത് നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡെന്റിസ്റ്റുകൾ നമ്മളൊരു പല്ല് എടുക്കണം, അല്ലെങ്കിൽ നമുക്ക് ഒരു പല്ലിന്റെ റൂട്ട് കനാൽ ചെയ്യണമെങ്കിൽ ആ പല്ലിന്റെ ആ ഒരു പൊസിഷൻ, ആ ഒരു ഭാഗം മാത്രമല്ലേ മരവിപ്പിക്കുന്നത്, ആ ഒരു പെർട്ടിക്കുലർ ചെറിയൊരു ഏരിയ മാത്രം അല്ലെ. അതാണ് ലോക്കൽ അനസ്തേഷ്യ. ഇവിടെ പറയുന്നത് എന്താണ്? ജനറൽ അനസ്തേഷ്യ അല്ലെങ്കിൽ കമ്പൈൻഡ്, നമ്മുടെ റീജിയണൽ അനസ്തേഷ്യയുടെ ജനറൽ അനസ്തേഷ്യയുടെയും കമ്പൈൻ ജനറൽ അനസ്തേഷ്യോ അല്ലെങ്കിൽ റീജിയണൽ അനസ്തേഷ്യോ കഴിഞ്ഞതിന് ശേഷം, അതായത് ഒരു ഓപ്പറേഷൻ അനസ്തേഷ്യ കൊടുത്ത് ഒരു ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞതിന് ശേഷം പേഷ്യന്റിന് എന്ത് ചെയ്യുന്നുണ്ട്? ശ്വസിക്കാനായിട്ട് അവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ട്യൂബുകൾ ഇടാറില്ല അവരെ ശ്വാസനാളത്തിലേക്ക്, ട്രക്കിയയിലേക്ക്. എന്താണ്? അവരൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ, ശ്വസിക്കാൻ ഒരു എക്സ്ട്രാ സപ്പോർട്ട് കൊടുക്കാനായിട്ട്, ഹെൽപ്പ് ചെയ്യാനായിട്ട് ട്യൂബുകൾ ഇടാറുണ്ട്. അപ്പൊ ട്യൂബുകളൊക്കെ ഇട്ട് അതൊരു കുറച്ച് പെർട്ടിക്കുലർ ഒരു ടൈം കഴിയുമ്പോ അവരൊന്ന് സ്റ്റേബിൾ ആയി കഴിയുമ്പോ നമ്മൾ ആ ട്യൂബ് എടുക്കോലോ, റിമൂവ് ചെയ്യോലോ, അവരെ തന്നെ ശ്വസിക്കാനൊക്കെ കഴിയുമ്പോ അല്ലെ. അപ്പൊ നമ്മ ആ ട്യൂബ് റിമൂവ് ചെയ്തതിന് ശേഷം അവരുടെ കണ്ടീഷൻ, അവരുടെ നില വീണ്ടും വഷളായിട്ട് നമ്മൾ വീണ്ടും അവർക്ക് ട്യൂബ് ഇടേണ്ടി വരിക, അവരുടെ ശ്വസനത്തിന് സഹായിക്കാനായിട്ട് ട്യൂബ് ഇടേണ്ടി വരുന്ന അവസ്ഥയാണ് റീ ഇൻറ്റുബേഷൻ എന്ന് പറയുന്നത്. നമ്മ ആദ്യം അനസ്തേഷ്യ ഒക്കെ കഴിഞ്ഞിട്ട് അവർക്ക് ഇൻറ്റുബേഷൻ കൊടുക്കും. ഇൻറ്റുബേഷൻ കൊടുത്ത് അവർ ഓക്കെ ആയി കഴിഞ്ഞാൽ നമ്മൾ എക്സ്റ്റുബേഷൻ ചെയ്യും അല്ലെ, റിമൂവ് ചെയ്യുമല്ലോ. ആ ഇൻറ്റുബേഷൻ എന്ത് ചെയ്യും? റിമൂവ് ചെയ്യുന്നതാണ് എക്സ്റ്റുബേഷൻ. ട്യൂബ് മാറ്റുന്നതാണ് എക്സ്റ്റുബേഷൻ. ആ എക്സ്റ്റുബേഷന് ശേഷം അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, ഹെൽത്ത് ഇഷ്യൂസ് വന്നിട്ട് നമ്മൾ വീണ്ടും റീ ഇൻറ്റുബേഷൻ ചെയ്യേണ്ടി വരുന്ന എത്ര കേസുകൾ അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് റീ ഇൻറ്റുബേഷൻ റേറ്റ്. ക്ലിയർ ആയോ? ICUല് അല്ലെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റില് ഒരു പേഷ്യന്റിന് എന്താണ് അനസ്തേഷ്യ, ജനറൽ അനസ്തേഷ്യോ അല്ലെങ്കിൽ റീജിയണൽ അനസ്തേഷ്യ ഒക്കെ കൊടുത്ത് അവർക്ക് എന്താണ് ട്യൂബുകൾ, ട്രക്കിയയിലേക്ക് ട്യൂബുകൾ ഇട്ട് ഇൻറ്റുബേഷൻ നടത്തിയതിന് ശേഷം അവരൊരു സ്റ്റേബിൾ ആയിട്ട് അവരെന്ത് ചെയ്യും? എക്സ്റ്റുബേഷൻ നടത്തും അല്ലെ. അത് ആ എക്സ്റ്റുബേഷൻ കഴിഞ്ഞതിന് ശേഷം അവരുടെ ഹെൽത്തിന് എന്തെങ്കിലും പ്രോബ്ലംസ് വരാം, ഹെൽത്ത് ഇഷ്യൂസ് വരുമ്പോൾ അവർക്ക് വീണ്ടും ട്യൂബ് ഇടേണ്ടി വരുന്നതാണ് റീ ഇൻറ്റുബേഷൻ. അങ്ങനെ എത്ര കേസുകൾ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റില് അല്ലെങ്കിൽ ICUല് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആയോ? ഇനി നെക്സ്റ്റ് പറയുന്നത് ഓപ്പറേഷൻ തിയേറ്റർ ഓർ അനസ്തേഷ്യ. ഓപ്പറേഷൻ തിയേറ്ററിലെ അതല്ലെങ്കിൽ അനസ്തേഷ്യ ഡിപ്പാർട്ട്മെന്റിലെയോ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് എന്തൊക്കെയാണ് അല്ലെ. ഇത് നോക്കേണ്ടത് ആരാ? നഴ്സിംഗ് എഡ്യൂക്കേറ്റർ ഓപ്പറേഷൻ തിയേറ്റർ. ഓപ്പറേഷൻ തിയേറ്ററിലെ നഴ്സിംഗ് എഡ്യൂക്കേറ്റർ ആണ് ഈ കാര്യങ്ങൾ മോണിറ്ററൈസ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ഫസ്റ്റ് പറയുന്നത് പെർസെന്റേജ് മോഡിഫിക്കേഷൻ ഓഫ് അനസ്തേഷ്യ പ്ലാൻ. നമുക്ക് അനസ്തേഷ്യ ചെയ്യുന്ന സമയത്ത് ഒരു സർജറിയുമായി ബന്ധപ്പെട്ട് സർജറി ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഡോക്ടർ നമ്മുടെ അടുത്ത് പറയാറില്ലേ ഏത് തരം അനസ്തേഷ്യയാണ് പ്രൊവൈഡ് ചെയ്യേണ്ടതെന്ന്? റീജിയണൽ കൊടുക്കണോ, ജനറൽ കൊടുക്കണോ എന്ന് പറയാറില്ലേ? ഉണ്ടല്ലേ. അപ്പൊ ആ ഒരു അനസ്തേഷ്യ പ്ലാനിലെ മോഡിഫിക്കേഷൻ വരെ ഇപ്പൊ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ആദ്യം തന്നെ. റീജിയണൽ അനസ്തേഷ്യ കൊടുത്താൽ മതി, ജനറൽ അനസ്തേഷ്യ കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് സർജറി കയറ്റുന്നതിന് മുമ്പ് ആ ഒരു പ്ലാനിൽ മോഡിഫിക്കേഷൻ വരത്തില്ലേ? റീജിയണൽ ചെയ്താൽ ശരിയാവില്ല, ജനറൽ അനസ്തേഷ്യ ചെയ്യണം, അതിനൊരു മോഡിഫിക്കേഷൻ വരത്തില്ലേ? അതിനെയാണ് അതാണ് പെർസെന്റേജ് ഓഫ് മോഡിഫിക്കേഷൻ ഓഫ് അനസ്തേഷ്യ പ്ലാൻ. അനസ്തേഷ്യ പ്ലാനിലെ എത്ര കേസുകളില് അനസ്തേഷ്യ പ്ലാനിലെ മോഡിഫിക്കേഷൻ വരുത്തിയിട്ടുണ്ട് അതിന്റെ പെർസെന്റേജ് നോക്കുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് പെർസെന്റേജ് ഓഫ് അൺപ്ലാനഡ് വെന്റിലേഷൻ ഫോളോയിങ് അനസ്തേഷ്യ. അനസ്തേഷ്യ കൊടുത്ത പേഷ്യൻസിന് എത്ര പേർക്ക് നമ്മ പ്രതീക്ഷിക്കാതെ വെന്റിലേഷൻ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് അതിന്റെ പെർസെന്റേജ് നോക്കുന്നുണ്ട് അല്ലെ. ചിലപ്പോ ചില പേഷ്യൻസിന് അനസ്തേഷ്യ ഒക്കെ കൊടുത്തു കഴിയുമ്പോ അവരെന്തെങ്കിലും വഷളാവാം അല്ലെ, എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വരാം, ബ്രീത്തിങ് ഇഷ്യൂസ് വരാം അല്ലെ. അപ്പൊ അവർക്ക് എന്ത് ചെയ്യും? നമ്മൾ വെന്റിലേഷൻ കൊടുക്കേണ്ടി വരും അല്ലെ. അപ്പൊ അങ്ങനെ എത്ര പേർക്ക് ബ്രീത്തിങ് പ്രോബ്ലവുമായി ബന്ധപ്പെട്ട് വെന്റിലേഷൻ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. നെക്സ്റ്റ് പറയുന്നത് പെർസെന്റേജ് ഓഫ് അൺഫേവറബിൾ അനസ്തേഷ്യ ഇവന്റ്സ് അല്ലെ. അനസ്തേഷ്യയുമായി ബന്ധപ്പെട്ട് എത്ര പേർക്ക് അൺഫേവറബിൾ ആയിട്ടുള്ള ഇവന്റ്സുകൾ, സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൊരു മൂവി ഉണ്ടല്ലോ
മറ്റേ വിജയിന്റെ ട്രിപ്പിൾ ആയിട്ടൊരു സിനിമ തമിഴിലോ വെട്രിമാരനോ അതില് കണ്ടിട്ടില്ലേ? നിത്യാമേനോന് അനസ്തേഷ്യ കൊടുക്കുന്ന സമയത്ത് അതിന്റെ ആ ഡോസ് കൂടുതലായിട്ട് കണ്ടിട്ടില്ലേ? ആ ഒരു ഡോസ് കൂടിപ്പോയിട്ട് പറ്റുന്നത്. അപ്പൊ അങ്ങനെയുള്ള എന്താണ് അനസ്തേഷ്യയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം അല്ലെ, ഒരു പേഷ്യന്റിന്റെ എന്താണ് ബോഡി മാസ് ഇൻഡെക്സിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലെ അനസ്തേഷ്യയുടെ ആ മരുന്നിന്റെ ഡോസ് തീരുമാനിക്കുന്നത് അല്ലെ. ബോഡി മാസ് ഇൻഡെക്സിന്റെ വെയിറ്റിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലെ. അപ്പൊ അതിനെന്തെങ്കിലും ഒരു ചെറിയ അളവിൽ മാറ്റങ്ങൾ സംഭവിച്ചാൽ അവരെ ഒരുപാട് എഫക്ട് ചെയ്യില്ലേ, ബോഡിനെ എഫക്ട് ചെയ്യുള്ളത്. ചിലപ്പോ അവർക്ക് എന്താണ് ഓർമ്മക്കുറവുകൾ വരാം അല്ലെ, ചിലപ്പോ അവരെന്താണ് റിക്കവറി ചെയ്യുന്ന അനസ്തേഷ്യയുടെ ആ ടൈം കഴിഞ്ഞിട്ടും റിക്കവറി ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും അല്ലെ. ചിലർക്ക് എന്താണ് ഡെത്ത് സംഭവിക്കാം, മരണം സംഭവിക്കാം അല്ലെ. അപ്പൊ എന്താണ് നമ്മുടെ പെർസെന്റേജ് ഓഫ് അൺഫേവറബിൾ അനസ്തേഷ്യ ഇവന്റ്സ്, അനസ്തേഷ്യയുമായി ബന്ധപ്പെട്ട് നമുക്ക് എത്ര ഫേവറബിൾ അല്ലാത്ത എത്ര ഇവന്റ്സുകൾ അവിടെ സംഭവിച്ചിട്ടുണ്ട് അതിന്റെ പെർസെന്റേജ് നോക്കുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് അനസ്തേഷ്യ റിലേറ്റഡ് മോർട്ടാലിറ്റി റേറ്റ് അല്ലെ, അനസ്തേഷ്യയുമായി ബന്ധപ്പെട്ട് എത്ര പേർക്ക് മരണം സംഭവിച്ചിട്ടുണ്ട് അതിന്റെ റേഷ്യോ നോക്കുന്നുണ്ട്. അതൊക്കെ പറയണോ? അനസ്തേഷ്യയുടെ എന്താണ് കൊടുക്കുന്ന ആ ഒരു ഡോസ് കൂടിപ്പോയിട്ട് ചിലപ്പോൾ അവർക്ക് മരണം സംഭവിക്കാം അല്ലെ. അപ്പൊ എത്ര പേർക്ക് അങ്ങനെ മരണം സംഭവിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് പറയുന്നത് പെർസെന്റേജ് ഓഫ് അൺപ്ലാൻഡ് റിട്ടേൺ ടു ഓപ്പറേഷൻ തിയേറ്റേഴ്സ് അല്ലെ. നമുക്കൊരു സർജറി കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെ, അപ്പൊ അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് പറയാറുണ്ടല്ലോ ഇത്ര ദിവസം കഴിഞ്ഞിട്ട് വന്ന് ചെക്കപ്പ് ചെയ്യണം, ഫോളോ അപ്പ് ചെയ്യണം എന്ന് പറയാറുണ്ട് അല്ലെ. അപ്പൊ എന്താണ് ചിലപ്പോ നമ്മുടെ അടുത്ത് 2 ആഴ്ച അല്ലെങ്കിൽ 3 ആഴ്ചയൊക്കെ ആയിരിക്കും പറയുന്നത്. പക്ഷെ അങ്ങനെ പറയാവുന്ന സമയത്തിനുള്ളിലല്ലാതെ നമുക്ക് എന്താണ് പെട്ടെന്ന് തന്നെ നമുക്ക് തിരിച്ചു വരേണ്ടി വരാം. അൺപ്ലാനഡ് ആയിട്ട് ഹോസ്പിറ്റൽ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് തിരിച്ചു വരേണ്ട സംഭവങ്ങൾ എത്ര എണ്ണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? ഇങ്ങനെ കേൾക്കാറില്ലേ? എന്താണ് സർജറി ചെയ്തിട്ട് എന്താണ് ആ സർജറി ചെയ്ത ഭാഗത്തിന്റെ ഉള്ളില് സിസർ വെച്ച് മറന്നു, കോട്ടൺ വെച്ച് മറന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആർക്ക് ഇൻഫെക്ഷൻ ആയിട്ട് അവർ തിരിച്ചു വന്നു എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? അതൊക്കെ എന്താണ് അൺപ്ലാനഡ്, അവർ പ്രതീക്ഷിക്കാണ്ട് വരുന്നതാണ് അല്ലെ. അവർക്ക് കൂടുതലായിട്ട് അവരെ പെയിന് വരുമ്പോൾ അല്ലെ, വേദന, ആ ഒരു സർജറി ചെയ്ത ഭാഗത്ത് വേദന അനുഭവപ്പെടുക, അതല്ലെങ്കിൽ അവിടെ നിന്ന് ബ്ലീഡിങ് അനുഭവപ്പെടുമ്പോഴല്ലേ അവർ തിരിച്ചു വരുന്നത്, പറയുന്ന സമയത്തിനുള്ളിൽ തിരിച്ചു വരുന്നത്. അപ്പൊ അങ്ങനെ അൺപ്ലാനഡ് ആയിട്ടുള്ള റിട്ടേൺ ഓപ്പറേഷൻ തിയേറ്ററിൽ എത്ര എണ്ണം സംഭവിച്ചിട്ടുണ്ട്, എത്ര കേസുകൾക്ക് വന്നിട്ടുണ്ട്? ഓക്കെ ആണോ? അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ആവാം അല്ലെ, നമ്മുടെ ഓപ്പറേഷൻ തിയേറ്ററുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് വന്നിട്ടാവാം അവർ തിരിച്ചു വരുന്നത് അല്ലെ. ആണോ? അപ്പൊ അങ്ങനെ എത്ര കേസുകളുണ്ട്? നെക്സ്റ്റ് പറയുന്നത് പെർസെന്റേജ് ഓഫ് റീഷെഡ്യൂളിംഗ് ഓഫ് സർജറീസ് അല്ലെ. നമ്മ പറഞ്ഞു എന്താണ് നമുക്ക് സർജറി ഒക്കെ ചെയ്യുന്നത് ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യൂ അല്ലെ. ആദ്യം തന്നെ ഡോക്ടർ ഇന്ന ദിവസം വന്നിട്ട് ചിലപ്പോൾ എന്താണ് പ്രതീക്ഷിക്കാണ്ട് നമുക്ക് ക്രിട്ടിക്കൽ ആയിട്ട് ചെയ്യേണ്ട സർജറീസ് ഉണ്ടാവും. നമുക്ക് എന്താണ് ആക്സിഡന്റ് ഒക്കെ പറ്റുമോ? അതല്ലാണ്ട് നമ്മുടെ അടുത്ത് പറയാറുണ്ടല്ലോ ഇന്ന ദിവസം വന്ന് അഡ്മിറ്റ് ആക്കിയിട്ട് നമുക്ക് സർജറി ചെയ്യാന്ന് പറയുന്നില്ലേ. ആ ഒരു കേസുകളിൽ എന്താണ് സർജറി പറഞ്ഞ ഡേറ്റ് റീഷെഡ്യൂൾ ചെയ്യുക. ഇപ്പൊ ഈ ആഴ്ച ചെയ്യാന്ന് പറഞ്ഞ സർജറി എന്താണ് ചിലപ്പോ 1 മാസത്തേക്ക് അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്കൊക്കെ നീട്ടി വെക്കുമല്ലോ. എന്തെങ്കിലും ഡോക്ടേഴ്സിന്റെ കുറവുകൾ കൊണ്ടോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും അസൗകര്യങ്ങൾ കൊണ്ടോ അങ്ങനെയൊക്കെ എന്തെങ്കിലും മാറ്റങ്ങൾ വരും, സർജറിയില് മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ എത്ര കേസുകളുണ്ട്? നെക്സ്റ്റ് പറയുന്നത് പെർസെന്റേജ് ഓഫ് കേസസ് വേർ ദ ഓർഗനൈസേഷൻ പ്രൊസീജിയർ ടു അവോയ്ഡ് ഹോസ്റ്റൈൽ ഇവന്റ്സ് ലൈക്ക് റോങ് സൈറ്റ്, റോങ് പേഷ്യന്റ് ആൻഡ് റോങ് സർജറി ഹാസ് ബീൻ അതോർഡ് ടു. കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് അല്ലെ. എന്താണ് റോങ് ആയിട്ടുള്ള പേഷ്യന്റ് മാറിപ്പോവുക, അതല്ലെങ്കിൽ റോങ് സർജറി ചെയ്യുക, അല്ലെങ്കിൽ സർജറി ചെയ്യേണ്ട സ്ഥലം മാറിപ്പോവുക അല്ലെ. അങ്ങനെ എത്ര സർജറീസ് ഹോസ്പിറ്റലിൽ ചെയ്തിട്ടുണ്ട് അതിന്റെ പെർസെന്റേജ് നോക്കുന്നു. ക്ലിയർ അല്ലേ? പറയണോ? അതൊക്കെ മിസ് ഒരു തവണ പറഞ്ഞതാണ്, ഇനി പറയണോ?
കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സിൽ പറഞ്ഞതാണ് അല്ലെ. ഓക്കെ, നെക്സ്റ്റ് percentage of cases who received a suitable prophylactic antibiotics within the specific time frame അല്ലെ. നമുക്കറിയാം ഓരോ ആന്റിബയോട്ടിക്സുകളും ഓരോ ടൈം ഫ്രെയിം ഉണ്ടല്ലോ, 3 ദിവസം 5 ദിവസം അല്ലെങ്കിൽ 7 ദിവസം അല്ലെ. അപ്പൊ ആ ഒരു കറക്റ്റ് ടൈം ഫ്രെയിമിനുള്ളിൽ എന്താണ് ആന്റിബയോട്ടിക്സുകൾ അവർക്ക് കൊടുത്തിട്ടുണ്ടോ. നെക്സ്റ്റ് പറയുന്നത് percentage of cases in which the planned surgery is altered intraoperatively. എന്താണ് ഒരു പ്ലാൻ ചെയ്തിട്ടുള്ള സർജറീസ് എന്താണ് പ്രതീക്ഷിക്കാത്ത രീതിയിൽ മാറ്റിയിട്ടുണ്ടോ, ഓൾട്ടേർഡ് ചെയ്തിട്ടുണ്ടോ അല്ലെ, മാറ്റിയിട്ടുണ്ടോ, റീഷെഡ്യൂളിംഗ് പറഞ്ഞു. അതേപോലെ എന്താണ് ഒരു പ്ലാൻ ചെയ്ത സർജറി അവർക്ക് സർജറി റൂമിലേക്ക് കയറ്റുന്നതിന് തൊട്ടു മുമ്പ് അത് മാറ്റിയിട്ടുണ്ടോ. നെക്സ്റ്റ് പറയുന്നത് re-exploration rate എന്ന് പറഞ്ഞാല് നമ്മൾ വീണ്ടും പരിശോധിക്കുക, സൂക്ഷ്മ പരിശോധന നടത്താന്ന് പറയില്ലേ. എന്തുകൊണ്ടൊക്കെ ആയിരിക്കും ഒരു സർജറി ചെയ്ത ഭാഗത്ത് ആ ഒരു സർജറി സ്ഥലത്ത് റീ എക്സ്പ്ലോറേഷൻ നടത്തേണ്ടി വരുന്നത്? ഇൻഫെക്ഷൻസ് വരാം അല്ലെ, അതല്ലെങ്കിൽ എന്താണ് അവർക്ക് കഠിനമായ പെയിൻ അനുഭവപ്പെടാം അല്ലെ. ആ ഒരു സർജറി ചെയ്ത ഭാഗത്ത് അവർക്ക് സഹിക്കാൻ പറ്റാത്ത പെയിൻ അനുഭവപ്പെടുക, അതല്ലെങ്കിൽ എന്താണ് ബ്ലീഡിങ് വരിക അല്ലെ. ആ ഒരു സർജറി ചെയ്ത ഭാഗത്ത് നിന്നും ബ്ലീഡിങ് വരിക. അപ്പൊ അവർക്ക് എന്ത് ചെയ്യും, അവർ വീണ്ടും ആ ഒരു സർജറി ചെയ്ത ഭാഗത്ത് അല്ലെ എന്ത് ചെയ്യും, സ്കാനിങ് ചെയ്യും, അല്ലെങ്കിൽ റീഓപ്പൺ ചെയ്തിട്ട് പരിശോധന നടത്താറൊക്കെ ഇല്ലേ, ചെക്കിംഗ് ഒക്കെ നടത്താറില്ലേ. അപ്പൊ അങ്ങനെ റീ എക്സ്പ്ലോറേഷൻ റേറ്റ് എത്ര കേസുകളിൽ സംഭവിച്ചിട്ടുണ്ട്. സൂക്ഷ്മ പരിശോധന ചെയ്യേണ്ടി വരുന്ന കേസുകൾ എന്താണ്, സർജറി കഴിഞ്ഞ് പസ് വരാ അല്ലെ, ചില പഴുപ്പൊക്കെ വരുമ്പോഴേക്ക് എന്താണ്, ചിലപ്പോ മിസ് നേരത്തെ പറഞ്ഞല്ലോ കോട്ടൺ വെച്ച് മറക്കുക അല്ലെങ്കിൽ സിസർ വെച്ച് മറക്കുന്ന സമയത്തൊക്കെ അങ്ങനെ വരാറുണ്ട് അല്ലെ. അതിന്റെ കഠിനമായ വേദനകൾ അനുഭവപ്പെടാറുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ എത്ര കേസുകൾ അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് OT യൂട്ടിലൈസേഷൻ റേറ്റ് എന്താണ്, ഓപ്പറേഷൻ തിയേറ്റർ എത്രമാത്രം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് അല്ലെ, ഉപയോഗിക്കുന്നുണ്ട്, അതിന്റെ റേറ്റ് നോക്കുന്നുണ്ട്. ഓക്കെ അല്ലേ. നെക്സ്റ്റ് ലാബ് ഓർ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റില് പ്രവർത്തനങ്ങളാണ്. ക്വാളിറ്റി റെപ്രസെന്റേറ്റീവ്സ് ആയിരിക്കും ആ കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണെന്നൊക്കെ, നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് എറർ 1000 ഇൻവെസ്റ്റിഗേഷൻ അല്ലെ. മിസ് കഴിഞ്ഞ പറഞ്ഞാണ് ഒരു 1000 ഇൻവെസ്റ്റിഗേഷൻ, അതായത് 1000 ടെസ്റ്റുകൾ ലാബ് ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ അതിൽ എത്ര കേസുകൾ എറേഴ്സ് സംഭവിച്ചിട്ടുണ്ട് അല്ലെ, റോങ് ആയ രീതിയിലുള്ള റിസൾട്ടുകൾ കൊടുക്കുന്ന കേസുകൾ എത്ര എണ്ണം സംഭവിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് പറയുന്നത് എന്താ, റേറ്റ് ഓഫ് റീഡേഴ്സ് അല്ലെ. റീഡേഴ്സ് എന്താണ്, നമ്മ ചില കേസുകളിൽ രണ്ടാമത് ചെയ്യേണ്ടി വരുമല്ലോ. ഇപ്പൊ നമ്മ പറഞ്ഞു സെൽസ് ടിഷ്യൂസ് ഒക്കെ ആണെങ്കിൽ എന്ത് വേണം, നല്ല സെൽസുകളും ടിഷ്യൂസ് ഒക്കെ വേണം അല്ലെ നമ്മ പരിശോധിക്കുന്നതിന് വേണ്ടി അല്ലെ. നല്ല ഗ്രോത്ത് ഉള്ള അല്ലെ, നല്ല ക്വാളിറ്റി ഉള്ള സെൽസുകളും ടിഷ്യൂസും അല്ലെ നമ്മ പരിശോധിക്കേണ്ടത്. ശരിക്കും കേട്ടോ, എന്തെങ്കിലും അപാകതകളുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ഉള്ള സെൽസുകളാണെങ്കിൽ നമുക്ക് കറക്റ്റ് രീതിയിലുള്ള റിസൾട്ട് കിട്ടോ. ഇല്ല അല്ലെ. അപ്പൊ എന്ത് ചെയ്യേണ്ടി വരും, നമ്മ വീണ്ടും പരിശോധിക്കേണ്ടതായി വരില്ലേ, അല്ലെ. അതല്ലെങ്കിൽ എന്താണ്, നമുക്ക് ബ്ലഡ് ഒക്കെ എടുത്തു കഴിഞ്ഞാല് ചില ടെസ്റ്റുകൾക്ക് നമ്മുടെ ബ്ലഡ് കോട്ടാവാൻ എടുക്കുന്ന സമയമൊക്കെ നമുക്ക് നോക്കേണ്ടി വരും അല്ലെ. സർജറി ഒക്കെ ചെയ്യുന്ന സമയത്ത് ബ്ലഡ് കോട്ടാവാൻ എത്ര സമയം എടുക്കും അല്ലെ. കേട്ടിട്ടില്ലേ, ആരും ചെയ്തിട്ടില്ലേ അങ്ങനെയൊക്കെ? എന്താണ് ഒന്നും പറയാത്തത്? സർജറി ചെയ്യുന്നതിന് മുമ്പ് ആ ടെസ്റ്റ് ചെയ്യിക്കാറുണ്ട്, നമ്മുടെ ബ്ലഡ് കോട്ട് ആവാനായിട്ട് അല്ലെ, കട്ട പിടിക്കാനായിട്ട് എത്ര സമയം എടുക്കും. അപ്പൊ ആ ഒരു സമയം അറിയണമെങ്കിൽ നമ്മളെ ബ്ലഡ് എടുത്ത് ഇത്ര സെക്കൻഡിനുള്ളിൽ ആ ഒരു ബ്ലഡ്
അവർക്ക് ടെസ്റ്റ് ചെയ്താൽ മാത്രമാണ് അവർക്ക് കറക്റ്റ് റിസൾട്ട് കിട്ടുള്ളൂ. അപ്പൊ ആ ഒരു ടൈം പീരീഡിനുള്ളിൽ അവർ ആ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ അവരെന്ത് ചെയ്യും? വീണ്ടും ടെസ്റ്റ് ചെയ്യും. ഓക്കെ ആണോ? അപ്പൊ അങ്ങനെ എന്താണ് നമ്മുടെ ടെസ്റ്റുകൾ വീണ്ടും ചെയ്യേണ്ടി വരുന്ന കേസുകൾ എത്ര എണ്ണം ലാബുകളിൽ സംഭവിച്ചിട്ടുണ്ട്? ഇത് മിസ് ഒരു എക്സാമ്പിൾ പോലെ പറഞ്ഞതാണ് കേട്ടോ. സെൽസിന്റെ കാര്യം, ബ്ലഡ് കട്ട പിടിക്കുന്ന ആ ടെസ്റ്റിന്റെ കാര്യം കേട്ടോ. അത് പല കാര്യം കൊണ്ട് സംഭവിക്കാം അല്ലെ. അപ്പൊ അങ്ങനെ റീഡസ് ചെയ്യേണ്ടി വരുന്ന എത്ര കേസുകൾ ഹോസ്പിറ്റൽ ആ ഒരു ലാബില് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? ഓക്കെ അല്ലേ? Next, percentage of laboratory reports correlating with the clinical diagnosis. അല്ലെ, നമ്മള് ഈ ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാ? നമ്മുടെ ടെസ്റ്റ് ബ്ലഡ് അല്ലെങ്കിൽ യൂറിൻ അല്ലെങ്കിൽ സെൽസ് അല്ലെങ്കിൽ ടിഷ്യൂസ് എന്തായിക്കോട്ടെ ടെസ്റ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ലാബുകളില് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റുകളില് ഡയഗ്നോസിസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലെ? ആണോ? അല്ലെ, നമ്മൾ ഡയഗ്നോസിസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടല്ലേ? രോഗനിർണയം നടത്താൻ വേണ്ടിയിട്ടല്ലേ? അപ്പൊ എന്താണ് ഇതിൽ പറയുന്നത്? പെർസെന്റേജ് ഓഫ് ലബോറട്ടറി റിപ്പോർട്ട്സ് കോറിലേറ്റിംഗ് വിത്ത് ക്ലിനിക്കൽ ഡയഗ്നോസിസ്. നമ്മുടെ ക്ലിനിക്കൽ ഡയഗ്നോസിസുമായിട്ട് എത്ര ലബോറട്ടറി റിപ്പോർട്ട്സുകൾ കോറിലേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ? ബന്ധപ്പെട്ടിട്ടുണ്ട്, പരസ്പര ബന്ധമുണ്ട്. നമുക്ക് ലാബ് ടെസ്റ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഡയഗ്നോസിസ് ചെയ്യണ്ടേ? അങ്ങനെയല്ലേ ഡോക്ടേഴ്സ് ചെയ്യുന്നത്? നമ്മുടെ ലാബ് ടെസ്റ്റുകൾ നോക്കിയിട്ട് അപ്പൊ തന്നെ ഡയഗ്നോസിസ് ചെയ്യാണ് അല്ലെ? ആണോ? എന്താ ലബോറട്ടറി റിപ്പോർട്ടുമായിട്ട് എത്ര ക്ലിനിക്കൽ ഡയഗ്നോസിസ് രോഗനിർണയങ്ങള് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്, കോറിലേറ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് പെർസെന്റേജ് ഓഫ് അദറൻസ് ടു എന്താണ് ശരിയായ രീതിയിലുള്ള റിസൾട്ട് അല്ലെങ്കിൽ ശരിക്കും കറക്റ്റ് രീതിയിലുള്ള ഒരു റിസൾട്ട് അല്ലെങ്കിൽ കോറിലേറ്റ് ചെയ്യാൻ പറ്റുമോ? ഡയഗ്നോസിസും ലാബ് ടെസ്റ്റ് റിസൾട്ടുകളും തമ്മിൽ കോറിലേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലെ? അപ്പൊ അങ്ങനെയുള്ള എത്ര കേസുകൾ ഉണ്ട് എന്നാണ് അവിടെ പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് പറയുന്നത് പെർസെന്റേജ് ഓഫ് അദറൻസ് ടു സേഫ്റ്റി പ്രിക്കോഷൻസ് ബൈ എംപ്ലോയി വർക്കിംഗ് ഇൻ ഡയഗ്നോസിസ് അല്ലെ? എന്താണ് രോഗനിർണയം നടത്തുന്ന ആ ഒരു സ്ഥലത്ത് ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ലബോറട്ടറിയില് സ്റ്റാഫുകൾ എങ്ങനെയായിരിക്കണം വർക്ക് ചെയ്യേണ്ടത്? കെമിക്കൽ റെസിസ്റ്റൻസ് ആയിട്ടുള്ള കോട്ടുകൾ ധരിക്കണം അല്ലെ? ഗ്ലൗസുകൾ ധരിക്കണം അല്ലെ? PP പറഞ്ഞിട്ടുണ്ടോ? ലബോറട്ടറിയിൽ പഠിച്ചിട്ടില്ലേ? പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ ധരിക്കണം എന്ന് മറന്നുപോയോ? അപ്പൊ എന്താ ആ ഒരു സേഫ്റ്റി പ്രിക്കോഷൻസ് എത്ര സ്റ്റാഫുകള് പാലിക്കുന്നുണ്ട്, അഡ്ഹറൻസ് ചെയ്യുന്നുണ്ട്, അതിന്റെ പെർസെന്റേജ് നോക്കുന്നുണ്ട്. ക്ലിയർ ആണോ? ഇൻ ഡയഗ്നോസിസ് ഫെസിലിറ്റീസില് നമ്മുടെ ലാബുകളില് അല്ലെങ്കിൽ റേഡിയേഷൻ ആ ഒരു സെക്ഷനില് എത്ര സ്റ്റാഫുകള് ഈ ഒരു സേഫ്റ്റി പ്രിക്കോഷൻസ് ഉപയോഗിക്കുന്നുണ്ട്? ക്ലിയർ ആയോ? ഇത് ലാബ് ആൻഡ് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്. നെക്സ്റ്റ് ഫാർമസി. ഫാർമസിയിൽ എന്തൊക്കെയാണെന്ന് നോക്കിയേ. ഇതില് ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് ആയിരിക്കും ഈ കാര്യങ്ങൾ മോണിറ്ററൈസ് ചെയ്യേണ്ടത്. പ്രിസ്ക്രിപ്ഷൻ എറർ അല്ലെ? പ്രിസ്ക്രിപ്ഷൻ എറർ എത്ര കേസുകൾ സംഭവിച്ചിട്ടുണ്ട്? നമുക്കറിയാം അപ്ലിക്കേഷൻസ് ഉപയോഗിക്കുക അല്ലെങ്കിൽ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിക്കുക അല്ലെങ്കിൽ ഡോക്ടേഴ്സ് എഴുതിയത് നമ്മുടെ ഫാർമസിസ്റ്റിന് വായിക്കാൻ പറ്റാണ്ട് അല്ലെ? പല രീതിയിലെ പ്രിസ്ക്രിപ്ഷൻസ് എറർ സംഭവിക്കാം അല്ലെ? അപ്പൊ അങ്ങനെയുള്ള പ്രിസ്ക്രിപ്ഷൻ എറർ എത്ര എണ്ണം സംഭവിച്ചിട്ടുണ്ട്? പിന്നെ ഡിസ്പെൻസിങ് എറർ വിതരണം ചെയ്യുന്ന സമയത്ത് എത്ര തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് അല്ലെ? മരുന്നുകൾ മാറ്റി കൊടുക്കുക അല്ലെ? അങ്ങനെയുള്ള കേസുകൾ എത്ര എണ്ണം സംഭവിച്ചിട്ടുണ്ട്? നെക്സ്റ്റ് പറയുന്നത് പെർസെന്റേജ് ഓഫ് ഇൻസിഡൻസ് ഓഫ് ഹോസ്റ്റൈൽ ഡ്രഗ് റിയാക്ഷൻ ADR. ADR എന്ന് പറഞ്ഞാല് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ. എന്താണ്? നമ്മൾ കഴിക്കുന്ന മരുന്നുകൾക്ക് പ്രതിരോധമായി അല്ലെ? അനുകൂലമല്ലാണ്ട് പ്രതിരോധമായിട്ട് എന്താണ് പ്രതികൂലമായിട്ട് എന്തെങ്കിലും റിയാക്ഷൻസ് സംഭവിക്കുക അല്ലെ? നമുക്ക് അലർജി വരാം, അല്ലെങ്കിൽ നമുക്ക് വയറുവേദന വരാം, അല്ലെങ്കിൽ നമുക്ക്
തലകറങ്ങി വീഴ അല്ലെ, അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ? അപ്പൊ ADR per 1000 discharges that include llama, DAMA, abstain and death. ഈ ഒരു ഡിസ്ചാർജില് നമ്മൾ ലീവ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് പെടുന്നുണ്ട്, ഡിസ്ചാർജ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് പെടുന്നുണ്ട്. അബ്സ്റ്റന്റ് എന്ന് പറഞ്ഞാല് അവിടുന്ന് പറയാതെ ഒളിച്ചോടി പോകുമല്ലോ ചില പേഷ്യൻസ്, പറയാതെ പോകുന്ന കേസുകള്. പിന്നെ ഡെത്ത്, മരണം സംഭവിച്ച പേഷ്യൻസ്. അങ്ങനെ 100 ഡിസ്ചാർജില് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ള ഹോസ്റ്റൽ ഇവന്റ്സുകൾ, അങ്ങനെയുള്ള കേസുകളില് എത്ര പേർക്ക് ഹോസ്റ്റൽ ഡ്രഗ് റിയാക്ഷൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? ക്ലിയർ ആണോ? ADR എന്ന് പറഞ്ഞാല് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ, അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ. ഇപ്പൊ നമ്മൾ ചില മരുന്നുകൾ കഴിക്കുമ്പോ നമുക്ക് അലർജി പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ടല്ലോ. ചിലർ വൊമിറ്റ് ചെയ്യും, ചിലർക്ക് ഭയങ്കരമായിട്ട് അസഹ്യമായിട്ടുള്ള വയറുവേദന വരും, അല്ലെ? ചിലർക്ക് ഇങ്ങനെ ചൊറിഞ്ഞ് തടിച്ചു പൊന്തും, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ഡ്രഗ് റിയാക്ഷൻസ് എത്ര പേർക്ക് സംഭവിച്ചിട്ടുണ്ട്? അതില് 100 ഡിസ്ചാർജിൽ എന്തൊക്കെ കേസുകള്? റുട്ടീൻ ഡിസ്ചാർജുകൾ അല്ലാതെ എല്ലാ തരത്തിലുള്ള ഡിസ്ചാർജുകളും അതിൽ പെടുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് പെർസെന്റേജ് ഓഫ് മെഡിക്കേഷൻ ചാർട്ട്സ് വിത്ത് എറർ പ്രോൺ അബ്രിവിയേഷൻസ്, അല്ലെ? എന്താണ് നമ്മൾ അബ്രിവിയേഷൻസ് യൂസ് ചെയ്യുന്നതിൽ എത്ര മെഡിക്കേഷൻ ചാർട്ടുകളില് എറർ സംഭവിച്ചിട്ടുണ്ട്, തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്? മിസ് കഴിഞ്ഞ ദിവസം പറഞ്ഞു PCM, അല്ലെ? പാരസെറ്റാമോളിന് ആ ഒരു C മാറിപ്പോയാൽ നമുക്ക് എററായല്ലോ. PVM എന്ന് എഴുതിയത് എന്താണ്? ചിലപ്പോ ആ ഒരു അബ്രിവിയേഷനിൽ മരുന്നുകൾ ഉണ്ടാവാം, അല്ലെ? PVM എന്നുള്ള രീതിയിൽ നമുക്ക് എന്താണ് മരുന്നുകൾ ഉണ്ടാവാം. അപ്പൊ അങ്ങനെ പ്രോൺ അബ്രിവിയേഷൻസ്, അല്ലെ? നമ്മുടെ എന്താണ് അബ്രിവിയേഷൻസിൽ എത്ര മെഡിക്കേഷൻ ചാർട്ടുകളിൽ എത്ര തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്? നെക്സ്റ്റ് പറയുന്നത് പെർസെന്റേജ് ഓഫ് പേഷ്യൻസ് റിസീവിംഗ് ഹൈ റിസ്ക് മെഡിക്കേഷൻ ഡെവലപ്പിംഗ് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ. എന്താണ്? നമുക്ക് ഹൈ റിസ്ക് മെഡിക്കേഷൻസ് ഉപയോഗിച്ച ആളുകളില് എത്ര പേർക്ക് എന്താണ് അഡ്വേഴ്സ് ഡ്രഗ് ഇവന്റ്സുകൾ സംഭവിച്ചിട്ടുണ്ട്? ഈ ഹൈ റിസ്ക് മെഡിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഈ കീമോ ഒക്കെ ചെയ്യുന്ന പല മരുന്നുകൾ പെടാം, അല്ലെങ്കിൽ ബ്ലീഡിങ് ഉള്ള സമയത്ത് കൊടുക്കുന്ന മരുന്നുകള്, അല്ലെങ്കിൽ കീമോ ഒക്കെ ചെയ്യുന്ന പേഷ്യൻസിന് എന്താണ് അവർക്കൊരു ആരോഗ്യസ്ഥിതി ഉണ്ടെങ്കിൽ മാത്രമാണ്, അല്ലെ, നമുക്ക് കീമോ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെ? റേഡിയേഷൻസ് ഒക്കെ ചെയ്യണമെങ്കിൽ അവർക്ക് കുറച്ച് ആരോഗ്യം വേണം, അല്ലെ? ആണോ? ഭയങ്കര വീക്ക് ആയിട്ടുള്ള ആളുകളെ നമുക്ക് ചെയ്യാൻ പറ്റോ? അപ്പൊ അവർക്ക് എന്ത് ചെയ്യും? ഇഞ്ചക്ഷൻസോ അല്ലെങ്കിൽ മരുന്നുകളോ അവർക്ക് പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കും. അപ്പൊ ആ മരുന്നുകള് അത്രയും ഡോസ് ഉള്ള മരുന്നുകളായിരിക്കും അവർക്ക് കൊടുക്കുന്നത്, ഹൈ റിസ്ക് ഉള്ള മരുന്നുകളായിരിക്കും, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള മരുന്നുകൾ കൊടുക്കുന്ന സമയത്ത് അപ്പൊ അവരെ അഡ്മിറ്റ് ആക്കിയതിന് ശേഷമൊക്കെ ആയിരിക്കും ആ മരുന്നുകൾ അവർക്ക് പ്രിഫർ ചെയ്യുന്നത്, കൊടുക്കുന്നത്. ആ ഒരു സമയത്ത് എത്ര പേഷ്യൻസില് അഡ്വേഴ്സ് റിയാക്ഷൻ, പ്രതികൂലമായിട്ടുള്ള റിയാക്ഷൻസ് സംഭവിക്കുന്നത്? ചിലപ്പോ അവർക്ക് കുഴഞ്ഞു പോകാം, ചിലപ്പോ അവർ ഛർദ്ദിക്കാം, അല്ലെ? പല രീതിയിലുള്ള തലകറക്കം വരാം, റിയാക്ഷൻസ് വരാം. അപ്പൊ അങ്ങനെയുള്ള എത്ര കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? ക്ലിയർ ആയോ? ഹൈ റിസ്ക് ഉള്ള മരുന്നുകൾ, അതായത് ഉയർന്ന ഡോസുകളിൽ കൊടുക്കുന്ന മരുന്നുകൾ കൊടുക്കുമ്പോൾ എത്ര പേഷ്യൻസിന് പ്രതികൂലമായിട്ടുള്ള റിയാക്ഷൻസ് സംഭവിച്ചിട്ടുണ്ട്? അതിന്റെ പെർസെന്റേജ് നോക്കുന്നു. ഓക്കെ ആയോ? തിരിച്ചും മറിച്ചൊക്കെയാണ് പറയുന്നത്, അല്ലെ? പറഞ്ഞ കാര്യങ്ങൾ തന്നെ പല രീതിയിൽ പറയുന്നുണ്ട്. നമ്മൾ അഡ്വേഴ്സ് റിയാക്ഷൻ പറഞ്ഞു, അല്ലെ? എന്താണ്? പേഷ്യൻസിന് എത്ര പേർക്ക് അഡ്വേഴ്സ് റിയാക്ഷൻ സംഭവിച്ചിട്ടുണ്ട്? നെക്സ്റ്റ് പറയുന്നത് എന്താ? നമ്മ റിസ്ക് കൂടിയ, അതായത് ഡോസ് കൂടിയ ഒരുപാട് ഡോസിലുള്ള മരുന്നുകൾ കൊടുക്കുമ്പോൾ എത്ര പേഷ്യന്റിന് അഡ്വേഴ്സ് റിയാക്ഷൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? ഓക്കെ അല്ലേ? നെക്സ്റ്റ് percentage of stock outs including emergency drugs. മിസ് കഴിഞ്ഞ ദിവസം പറഞ്ഞാണ്, അല്ലെ? നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ് നമുക്ക് എമർജൻസി ഡ്രഗ്സുകൾ സ്റ്റോക്ക് ഔട്ട് ആകാൻ പാടുണ്ടോ?
നമുക്ക് ആ ഒരു കറക്റ്റ് അല്ലെ ലെവലില് സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യണം അല്ലെ. പക്ഷെ ഇവിടെ പറയുന്നത് എന്താ, എത്ര ഇത് പെർസെന്റേജ് ഓഫ് സ്റ്റോക്ക് ഔട്ട്സ് ഇൻക്ലൂഡിങ് എമർജൻസി ഡ്രഗ്സുകള്, എത്ര കേസുകളില് എമർജൻസി ഡ്രഗ്സുകള് തീർന്നു പോയിട്ടുണ്ട് അല്ലെ, സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട്, അതിന്റെ പെർസെന്റേജ് നോക്കുന്നുണ്ട്. പെർസെന്റേജ് ഓഫ് ഡ്രഗ്സ് കൺസ്യൂമബിൾ refused ബിഫോർ പ്രിപ്പറേഷൻ ഓഫ് GRN. ഗുഡ്സ് റെസിപ്റ്റ് നോട്ട്. ഗുഡ്സ് റെസിപ്റ്റ് നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മ സപ്ലയേഴ്സിന്റെ അടുത്ത് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന്റെ അടുത്ത് നിന്ന് നമ്മ മരുന്നുകൾ സ്വീകരിക്കല്ലോ. കസ്റ്റമേഴ്സ് അല്ല, സപ്ലയേഴ്സ്, വെൻഡേഴ്സിന്റെ അടുത്ത് നിന്നൊക്കെ മരുന്നുകൾ സ്വീകരിക്കൂലേ. മരുന്നുകൾ സ്വീകരിച്ചതിന് ശേഷം നമ്മ അവർക്ക് എന്ത് ചെയ്യും, നമ്മ സ്വീകരിച്ചു എന്നുള്ള റെസിപ്റ്റ് കൊടുക്കുമല്ലോ. അതിനുശേഷം എത്ര കേസുകളെ നമ്മ റെഫ്യൂസ് ചെയ്തിട്ടുണ്ട്, നിരസിച്ചിട്ടുണ്ട്. ചിലപ്പോ അതിന്റെ ക്വാളിറ്റിയുടെ പ്രശ്നം കൊണ്ടാവാം അല്ലെ, അല്ലെങ്കിൽ അതിന്റെ സ്റ്റാൻഡേർഡിന്റെ പ്രശ്നം കൊണ്ടാവാം അല്ലെ. അപ്പൊ അങ്ങനെ എത്ര കേസുകളില് റിജക്ഷൻസ് സംഭവിച്ചിട്ടുണ്ട്. ഗുഡ്സ് റെസിപ്റ്റ് നോട്ട് തയ്യാറാക്കിയതിന് ശേഷം എത്ര റെഫ്യൂസൽ സംഭവിച്ചിട്ടുണ്ട്, അതിന്റെ പെർസെന്റേജ് നോക്കുന്നുണ്ട്. നെക്സ്റ്റ് പെർസെന്റേജ് ഓഫ് വേരിയേഷൻ ഫ്രം റിക്വയർമെന്റ് പ്രോസസ്. ആ ഒരു പ്രൊക്വയർമെന്റ് പ്രോസസ്സിൽ, അതായത് ഫാർമസിയിലെ സംഭരണ പ്രോസസ്സുമായി ബന്ധപ്പെട്ട്, പ്രക്രിയയുമായി ബന്ധപ്പെട്ട് എത്ര വേരിയേഷൻസ് സംഭവിച്ചിട്ടുണ്ട് അല്ലെ. നമുക്കറിയാം, നമുക്കൊരു സ്റ്റോറിൽ മരുന്നുകൾ സ്റ്റോർ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അതിന്റെയൊക്കെ കറക്റ്റ് ആയിട്ടുള്ള റെക്കോർഡുകൾ കീപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ. ഫാർമസി പഠിച്ചല്ലോ, വിൻ കാർഡ് പഠിച്ചു അല്ലെ, വിൻ കാർഡ് പഠിച്ചു, ഒരുപാട് റെക്കോർഡ്സുകളൊക്കെ പഠിച്ചല്ലോ. എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി പഠിച്ചു അല്ലെ. അപ്പൊ അതിലൊക്കെ എന്താണ്, നമ്മ എത്ര മരുന്നുകൾ സ്റ്റോക്ക് ചെയ്യുന്നുണ്ടെന്നുള്ള എമൗണ്ട് നമുക്ക് കാണാൻ പറ്റില്ലേ. എത്ര മരുന്നുകൾ സ്റ്റോക്ക് ഉണ്ട് അല്ലെ, എത്ര ക്വാണ്ടിറ്റിയിൽ മരുന്നുകൾ ഉണ്ട് നമുക്ക് അറിയാൻ പറ്റില്ലേ. പക്ഷെ ഇവിടെ പറയുന്നത് എന്താ, ആ ഒരു ഇതില് റെക്കോർഡ്സുകളിലും ആ ഒരു പ്രൊക്വയർമെന്റ് പ്രോസസ്സിലും എത്ര വ്യത്യാസങ്ങൾ, വേരിയേഷൻസ് സംഭവിക്കുന്നുണ്ട്. ക്ലിയർ ആയോ? നെക്സ്റ്റ് ഫ്രണ്ട് ഓഫീസ് ക്വാളിറ്റി റെപ്രസെന്റേറ്റീവ്സ്. ഫ്രണ്ട് ഓഫീസിലെ കാര്യങ്ങൾ നോക്കുന്നത് ക്വാളിറ്റി റെപ്രസെന്റേറ്റീവ്സ് ആണ്. എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സിൽ വരുന്നത്? ഔട്ട് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇൻഡെക്സ് അല്ലെ. എന്താണ് ഫ്രണ്ട് ഓഫീസിൽ കൂടുതൽ ആരാണ് വരുന്നത്? ഒപിയിൽ വരുന്ന പേഷ്യൻസ് അല്ലെ, ഒപിയിൽ വരുന്ന പേഷ്യൻസ്. അപ്പൊ ഔട്ട് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇൻഡെക്സ് നോക്കുന്നുണ്ട്. വെയിറ്റിംഗ് ടൈം വിത്ത് റിഗാർഡ് ടു ഡോക്ടർ അപ്പോയിന്റ്മെന്റ്സ് അല്ലെ. ഒരു ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റ്സ് റിഗാർഡ് ചെയ്യാൻ വേണ്ടി, കിട്ടാൻ വേണ്ടിയിട്ട് അവർ എത്ര സമയം വെയിറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ക്ലിയർ ആണോ? അത് സിമ്പിൾ അല്ലേ. നമുക്കറിയാം, ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാല് നമ്മൾ ഡിസപ്പോയിന്റഡ് ആവും അല്ലെ, ഡിസാറ്റിസ്ഫൈഡ് ആവും അല്ലെ. സാറ്റിസ്ഫൈഡ് ആവോ? ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റ്സിന് വേണ്ട. അപ്പൊ എന്താ ആ ഒരു വെയിറ്റിംഗ് ടൈം, ഒരു ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റ്സിന് വേണ്ടിയിട്ട് എത്ര സമയം വെയിറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട്? ഓക്കെ ആണോ? ഇന്നെടുത്ത ഭാഗങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആണോ? കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സിൽ എടുത്താണ്. നെക്സ്റ്റും കൂടെ കുറച്ചും കൂടി എടുക്കാം കേട്ടോ, കുറച്ചും കൂടി എടുക്കാം. MRD എന്ന് പറഞ്ഞാൽ എന്താ? മെഡിക്കൽ ഫാർമസിയിലെ എയ്ത്ത് എന്ന് പറഞ്ഞാല് GR എന്ന് പറഞ്ഞാല് ഗുഡ് റെസിപ്റ്റ് നോട്ട്. അതായത് നമ്മൾ സപ്ലയേഴ്സിൽ നിന്നൊക്കെ നമ്മ സാധനങ്ങൾ കൈപ്പറ്റൂലേ, അതല്ലെങ്കിൽ നമ്മുടെ ഇപ്പൊ ഫാർമസിയിലാണെങ്കിൽ എന്ത് ചെയ്യും? സപ്ലയേഴ്സിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുമല്ലോ, പർച്ചേസ് ചെയ്യും അല്ലെ. അതല്ലെങ്കിൽ ഫാർമസിയിൽ നിന്ന് പേഷ്യന്റ് ആണെങ്കിൽ എന്താണ്, പേഷ്യൻസ് എന്ത് ചെയ്യും? ഫാർമസിയിൽ നിന്ന് മരുന്നുകൾ വാങ്ങി കഴിയുമ്പോൾ അവർക്ക് നമ്മൾ നോട്ട് കൊടുക്കാറുണ്ടല്ലോ, ബില്ല് കൊടുക്കാറില്ലേ, ഗുഡ്സ് റെസിപ്റ്റ് നോട്ട്. അവര് നമ്മുടെ കയ്യിൽ നിന്ന് ഇത്ര എമൗണ്ടിൽ അല്ലെ. അപ്പൊ ആ ഒരു രണ്ട് സിറ്റുവേഷനിലും അവര് കൈപ്പറ്റിയതിന് ശേഷം ആ ഒരു സാധനം തിരിച്ചു കൊടുക്കില്ലേ, റിട്ടേൺ കൊടുക്കില്ലേ.
ഫാർമസിന്ന് എന്താണ് സപ്ലയേഴ്സിനോ അല്ലെങ്കിൽ പേഷ്യൻസ് തിരിച്ച് ഫാർമസിയിലേക്ക് റിട്ടേൺ ചെയ്യില്ലേ മരുന്നുകൾ റെഫ്യൂസ് ചെയ്യാം നിരസിക്കാം. അങ്ങനെ എത്ര കേസുകൾ സംഭവിച്ചിട്ടുണ്ട്? ഫാർമസിയിൽ എന്തുകൊണ്ടൊക്കെ ആയിരിക്കും അത് റിട്ടേൺ ചെയ്യുന്നത്? ഫാർമസിയിൽ എന്തൊക്കെ കേസുകളിലായിരിക്കും ആ ഒരു സാധനം റിട്ടേൺ ചെയ്യുന്നത്? ക്വാളിറ്റിയുടെ കുറവുണ്ടെങ്കിൽ റിട്ടേൺ ചെയ്യില്ലേ? നമ്മൾ മേടിച്ച സപ്ലയേഴ്സിൽ നിന്ന് മേടിച്ച സാധനങ്ങൾ എന്താണ് ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യുമ്പോൾ ക്വാളിറ്റിയുടെ അഭാവമുണ്ട് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ട് അല്ലെങ്കിൽ ഓൾറെഡി കയ്യിലുണ്ടാവാം അല്ലെ? പല റീസൺ കൊണ്ട് നമ്മ അത് തിരിച്ചു കൊടുക്കാം അല്ലെ? അപ്പൊ അങ്ങനെ കേസുകള് സംഭവിക്കുന്നുണ്ട്. അതായത് നമ്മ വാങ്ങിച്ച സാധനങ്ങൾ തിരിച്ചു റിട്ടേൺ കൊടുക്കാം. ക്ലിയർ ആയോ? ചോദിച്ച ഫാർമസിയിൽ മേടിച്ചത് അല്ലെങ്കിൽ പേഷ്യൻസ് മേടിച്ച സാധനങ്ങള് അവർ ആ ബില്ല് കൊടുത്തതിന് ശേഷം നമ്മൾ പറയണ്ടേ പ്രിപ്പറേഷൻ ഓഫ് GR അല്ലേ? ആ ഒരു GRന് തയ്യാറാക്കിയതിന് ശേഷം ബില്ല് കൊടുത്തതിന് ശേഷം അവരത് റിട്ടേൺ ചെയ്യുക. ഓക്കെ ആയോ? അത് ഓക്കെ. അപ്പൊ MRD നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. പിന്നെ വേറൊരു കാര്യം കൂടി, മിസ് നെക്സ്റ്റ് എടുക്കാൻ പോകുന്ന ചാപ്റ്റർ മെഡിക്കൽ എക്യുപ്മെന്റ് എന്നുള്ള ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. റിവിഷൻ ഒക്കെ തുടങ്ങിയോ? ചാപ്റ്റർ ഒക്കെ തീരാറായില്ലേ? പഠിച്ചു തുടങ്ങിക്കോട്ടോ. അപ്പൊ മിസ് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ.